പാട്ട് ദസ് കിടങ്ങൂർ കണ്ഠധോരൻ ഗജകഥ ആനക്കഥ. ഗജകഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ആനക്കഥയാണ്. കണ്ഠധോരൻ നാമക് ഹാത്തി കഹാം രഹതാ ഥാ. കണ്ഠധോരൻ എന്നു പേരുള്ള ആന എവിടെയാണ് ജീവിച്ചിരുന്നത്? ഏറ്റുമാനൂർ താലൂക്ക് के किडंगूर प्रदेश में एक देवालय है. उस देवालय में कंठधोरन नामक दंतैल हाथी रहता था. ഏറ്റുമാനൂർ എന്ന പ്രദേശത്ത്, അത് കേരളത്തിലാണ് കേട്ടോ, നമ്മുടെ പാലായിൽ തന്നെയാണ്. പാലായിലെ ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂർ താലൂക്ക് കിടങ്ങൂർ പ്രദേശമേ, കിടങ്ങൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ദേവാലയ ഒരു ദേവാലയമുണ്ട്. ഉസ് ദേവാലയമേ കണ്ഠധോരൻ നാമക് ഹാത്തി രഹതാ ഥാ. ആ ദേവാലയത്തിലാണ് കണ്ഠധോരൻ എന്ന പേരുള്ള ആന ജീവിച്ചിരുന്നത്. അപ്പോൾ കിടങ്ങൂർ പ്രദേശത്ത് ഒരു പഴയ പുരാണ അമ്പലമുണ്ടായിരുന്നു. ആ അമ്പലത്തിലാണ് കണ്ഠധോരൻ എന്ന് പറയുന്ന പേരുള്ള ആന ജീവിച്ചിരുന്നത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. കണ്ഠധോരൻ കൈസാ ഹാത്തി ഥാ. കണ്ഠധോരൻ എങ്ങനെയുള്ള ആനയായിരുന്നു? कंठधोरन आकार और प्रकृति की दृष्टि से उनकी टक्कर का हाथी कहीं मौजूद नहीं था. എന്ന് പറഞ്ഞാൽ കണ്ഠധോരൻ്റെ ആകാരം അല്ലെ, അതിൻ്റെ രൂപം, അതിൻ്റെ വലിപ്പം, ആ രൂപത്തിലും പ്രകൃതി, അതിൻ്റെ നേച്ചർ, സ്വഭാവത്തിലും അതിനോട് കിടപിടിക്കുന്ന ഒരു ആനയും വേറെ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. സ്വഭാവത്തിലും ആകാരത്തിലും അത്രയും മഹാനായ ഒരാനയായിരുന്നു നമ്മുടെ കണ്ഠധോരൻ. സാധുത അവർ ശൂരത ഉസ്മേ സമാൻ മാത്രമേ തീ. സാധുത എന്ന് പറഞ്ഞ പാവം പ്രകൃതിയാണ്, സിമ്പിൾ അല്ലേ, വളരെ സിമ്പിളാണ് നമ്മുടെ കണ്ഠധോരൻ. അവർ ശൂരത എന്ന് പറഞ്ഞാൽ വീരതയാണ്, ബ്രേവാണ്, നല്ല ധൈര്യമുള്ള ആനയാണ്, ശൂരത്വമുള്ള ആനയാണ്. ഇതെല്ലാം അവന് പാവമാണെങ്കിലും അവൻ വീരനും ശൂരനുമാണ്. അവനെ സമാൻ മാത്രം ഒരേപോലെയുണ്ട്. ഇത് പാപമായ പ്രകൃതിയുമാണ്, ഒപ്പം തന്നെ അതുപോലെ തന്നെ അവനിൽ വീരനുമാണ്. അവനൊരു വീരനായ ആനയും കൂടി ആണ്. ഉസ്നെ കബി കിസിക്ക് ഹത്യ നഹി കി തി. അവൻ ഒരിക്കലും ഒരാളെയും കൊലപാതകം ചെയ്തിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല. യദി കോയി അബോധ് ബच्चे भी उनके पास जाते तो भी कभी नुकसान नहीं पहुंचता था. ഏതെങ്കിലും ഒരു അബോധ ബच्चे, അതായത് ഇന്നസെൻ്റ് ആയിട്ട്, കുട്ടിക്കറിയില്ല ആനയാണ്, ആനയുടെ അടുത്ത് പോയി അത് ഉപദ്രവിക്കുമെന്ന് കുട്ടികൾക്ക് അറിയില്ലല്ലോ, അവർ ഇന്നസെൻ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ പോലും കണ്ഠധോരൻ്റെ അടുത്തെത്തിയാൽ അവൻ ആ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുമായിരുന്നില്ല. അത്രയും സ്നേഹമുള്ളവനും പാവവും വീരനും ശൂരനുമായിരുന്നു നമ്മുടെ കണ്ഠധോരൻ. ഓക്കെ, क्वेश्चन नंबर 3. कंठधोरन अपना कार्य किसके साथ करता था? कंठधोरन अपना कार्य केवल प्रधान महावत के साथ ही करता था. കണ്ഠധോരൻ തൻ്റെ ജോലി ആരുടെ കൂടെ ചെയ്യാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്? കണ്ഠധോരൻ अपना कार्य केवल प्रधान महावत के साथ ही करता था. പ്രധാൻ മഹാവത്ത് എന്ന് പറഞ്ഞാൽ പ്രധാന പാപ്പാൻ്റെ കൂടെ മാത്രമേ കണ്ഠധോരൻ ജോലി ചെയ്യുമായിരുന്നുള്ളൂ. ആനകൾക്ക് കുറേ പാപ്പാന്മാരുണ്ടല്ലോ, 1-ാം പാപ്പാൻ, 2-ാം പാപ്പാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പാപ്പാന്മാരുണ്ടല്ലോ. അതിൽ പ്രധാന പാപ്പാൻ്റെ കൂടെ മാത്രമേ കണ്ഠധോരൻ ജോലി ചെയ്യുമായിരുന്നു. അല്ലാതെ എല്ലാവരും പറയുന്നൊന്നും കണ്ഠധോരൻ കേൾക്കുമായിരുന്നില്ല. क्वेश्चन नंबर 4. नियत प्रतिफल न देने पर कंठधोरन ने क्या किया? നിയത പ്രതിഫൽ ന ദേനെ പർ. അവൻ്റെ ഒരു നിശ്ചിത പ്രതിഫലം ഉണ്ടായിരുന്നല്ലോ, ആ പ്രതിഫലം കിട്ടാതെ ഇരുന്നപ്പോൾ കണ്ഠധോരൻ എന്താണ് ചെയ്തത്? നീത് പ്രതിഫൽ ന ദേനെ പർ തനേക്ക് ഉഠാക്കർ പൂർവ്വസ്ഥാൻ പർ രഖ് ദിയ. തനിക്ക് നിശ്ചയിച്ചിരുന്ന ആ പ്രതിഫലം കിട്ടാതെ ഇരുന്നപ്പോൾ കണ്ഠധോരൻ എന്ത് ചെയ്തു? താൻ എടുത്തുകൊണ്ടുപോയി വെച്ച തടി വീണ്ടും തിരിച്ചെടുത്ത് പഴയ സ്ഥാനത്ത് തന്നെ കൊണ്ടുപോയി വെച്ചു. കണ്ഠധോരൻ്റെ അടുത്ത് കളിക്കാൻ കണ്ഠധോരൻ ആരെയും അനുവദിച്ചിരുന്നില്ല. കാരണം അവനെ പറഞ്ഞു പറ്റിക്കാനൊന്നും സമ്മതിക്കുമായിരുന്നില്ല. തനിക്ക് നിശ്ചയിച്ചിരുന്ന പ്രതിഫലം കിട്ടാതെ വന്നപ്പോൾ കണ്ഠധോരൻ എന്ത് ചെയ്തു? കൊണ്ടുപോയി എടുത്തു വെച്ച തടി തിരിച്ചെടുത്ത് പൂർവ്വസ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചു.
അങ്ങനെയാണ് കണ്ടധോരൻ. നീതി പ്രതിഫൽ നാ ദേനെ पर कंडधोरने क्या किया? നീതി പ്രതിഫൽ നാ ദേനെ पर तने को उठाकर पूर्व स्थान पर रख दिया. ओके. श्रवण कौशल लिसनिंग स्किल्स. क्वेश्चन नंबर का देवालय के उत्तर में ഭഗത്തി നദി में क्या था? ദേവാലയത്തിൻ്റെ ഉത്തർ ദിശയിൽ, അതായത് നോർത്ത് സൈഡിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ദേവാലയ്ക്ക് ഉത്തർ മേ ഭഗത്തി നദി മേ എക് ബഡ കുണ്ഡ് ഥ. ദേവാലയ്ക്ക് ഉത്തർ ദിശ, അതായത് നോർത്ത് സൈഡിൽ ഭഗത്തി നദിമേ ഒഴുകുന്ന നദിയിൽ ഒരു വലിയ കുളമായിരുന്നു ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ ഖ കണ്ടധോരൻ ദിൻമേ കഹാം ലേട്ടാ രഹതാ ഥ. കണ്ടധോരൻ എവിടെയായിരുന്നു കിടന്നിരുന്നത്? എവിടെയായിരുന്നു പകൽ ദിൻമേ എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് എവിടെയായിരുന്നു കിടന്നിരുന്നത്? കണ്ടധോരൻ ദിൻമേ ദേവാലയക്ക് ഉത്തർ ഭഗത്തി നദിമേ എക് ബഡാ കുണ്ഡ് ഥ. ദേവാലയത്തിൻ്റെ നോർത്ത് സൈഡിലെ ഒരു ഒഴുകുന്ന നദിയിൽ ഒരു വലിയ ജലകുണ്ഡമുണ്ടായിരുന്നു, ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിലാണ് കണ്ടധോരൻ പകൽ മുഴുവനും കിടന്നിരുന്നത്. പകൽ മുഴുവനും കണ്ടധോരൻ എന്ത് ചെയ്യും? ദേവാലയത്തിൻ്റെ നോർത്ത് സൈഡിലുള്ള ഒരു ഒഴുകുന്ന നദിയുണ്ട്. ആ നദിയിലൊരു വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൽ പോയി ആണ് കണ്ടധോരൻ പകൽ മുഴുവനും കിടന്നിരുന്നത്. ഓക്കെ. കണ്ടധോരൻ പകൽ മുഴുവൻ കിടന്നിരുന്നത്. कंडधोरन दिन में कहाँ लेटा रहता था? कंडधोरन दिन में देवालय के उत्तर बहती नदी में एक बड़ा कुंड था. कंडधोरन दिन में वही लेटा रहता था. ओके, പഠിക്കുക കേട്ടോ. താങ്ക് യു. ക്വസ്റ്റ്യൻ നമ്പർ ഗ കണ്ടധോരൻ കാ ലഗാവ് കിൻസേ ഥ. കണ്ടധോരന് ആരോടായിരുന്നു ഏറ്റവും അധികം ഇഷ്ടമുണ്ടായിരുന്നത്? ആരോടായിരുന്നു? കണ്ടധോരൻ കോ ബൈസോം കെ സാത്ത് ബെഡ ലഗാവ് ഥ. ഈ പോത്തുകളോടായിരുന്നു കണ്ടധോരന് ഏറ്റവും അധികം ഇഷ്ടമുണ്ടായിരുന്നത്. പോത്തുകളോടായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന ആരോടായിരുന്നു? പോത്തുകളോട്. ബൈസോം കെ സാത്ത് ലഗാവ് ഥ. കണ്ടധോരൻ കോ ബൈസോം കെ സാത്ത് ബെഡ ലഗാവ് ഥ. ക്വസ്റ്റ്യൻ നമ്പർ ഘ ബൈസോം को भूख सदाती तो കണ്ടധോരൻ ക്യാ കർത്താ ഥ. പോത്തുകൾക്ക് വിശക്കുമ്പോൾ കണ്ടധോരൻ എന്ത് ചെയ്യുമായിരുന്നു? ബൈസോം കോ ഭൂഖ് സദാती तो वह गन्ने के खेत के बाड़ को तोड़कर बैसोम के लिए पहरा देता था. कंडधोरन के कारण कोई इन्हें निकाल नहीं पाता था. जब बैसोम को भूख लगाती तो सदाती तो പോത്തുകൾക്ക് വിശക്കുമ്പോൾ കണ്ടധോരൻ എന്ത് ചെയ്യുമായിരുന്നു? ഗന്നെ കെ ഖേത്ത് ബാട് തോടുക. ഗന്നെ എന്ന് പറഞ്ഞാൽ കരിമ്പത്തോട്ടത്തിലെ മതിൽ പൊളിച്ചു കളയും. എന്നിട്ട് ബൈസോം കേലിയെ പഹരാത്തേത്താ ഥ. എന്നിട്ട് അവിടെ പോത്തുകൾക്ക് വേണ്ടി കാവൽ നിൽക്കും. കണ്ടധോരനെ കെ കാരൻ കോയിനെ നിക്കാൽ നഹി പാത്താ ഥ. കണ്ടധോരൻ അവിടെ ഇങ്ങനെ കാവൽ നിൽക്കുന്നതുകൊണ്ട് ആർക്കും കണ്ടധോരനെ അവിടെ നിന്നും ഇറക്കി മാറ്റാൻ കഴിയുമായിരുന്നില്ല. കാരണം കണ്ടധോരനാണ് അവിടെ കാവൽ നിൽക്കുന്നത് അല്ലേ. അതുകൊണ്ട് ആർക്കും കണ്ടധോരനെ അവിടെ നിന്ന് മാറ്റാൻ പറ്റുമായിരുന്നില്ല. बैसोम को भूख सदाती तो कंडधोरन क्या करता था? जब बैसोम को भूख सदाती तो वह गन्ने के खेत के बाड़ को तोड़कर बैसोम के लिए पहरा देता था. कंडधोरन के कारण कोई इन्हें निकाल नहीं पाता था. കണ്ടധോരൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിയാണല്ലേ നമ്മുടെ പോത്തുകൾ. അതുകൊണ്ട് പോത്തുകളെ അവിടെ മാറ്റാൻ ഒരിക്കലും കണ്ടധോരൻ ആരെയും അനുവദിച്ചിരുന്നില്ല. बैसोम के लिए पहरा देता था. कंडधोरन के कारण कोई इन्हें निकाल नहीं पाता था. കണ്ടധോരൻ കാവൽ നിൽക്കുന്നതുകൊണ്ട് ആർക്കും അവിടെ നിന്നും അവനെ മാറ്റിവിടാൻ കഴിയുമായിരുന്നില്ല. കാരണം കാവൽ നിൽക്കുന്നത് കണ്ടധോരനാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ബൈസെ ഗന്നെ കെ ഖേത്ത് സെ ജൽ കുണ്ഡ് സെ കബ് ലൗട്ട് തി. ഈ ബൈസെ പോത്തുകൾ കരിമ്പത്തോട്ടത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ജലക്കുണ്ടിലേക്ക് കുളത്തിലേക്ക് എപ്പോഴാണ് തിരിച്ചു വരിക? ജബ് ബൈസെ കാ പേട്ട് ഭർ ജാത്താ തോ കണ്ടധോരൻ ബൈസോം കോ ലേക്കർ ജൽ കുണ്ട് മേ ലൗട്ട് ആത്താ ഥ. പോത്തുകളുടെ വയർ നിറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കണ്ടധോരൻ ഈ പോത്തുകളെയും കൊണ്ട് ജൽക്കുണ്ടിലേക്ക് തിരിച്ചു വരും, കുളത്തിലേക്ക് തിരിച്ചു വരുമായിരുന്നു. ഇതാണ് നീൽ കണ്ടധോരൻ. ഓക്കെ. ലേഖൻ കൗശൽ റൈറ്റിംഗ് സ്കിൽസ്. क्वेश्चन नंबर का कंडधोरन में साधुता थी.
കൈസെ സ്പഷ്ട കീജിയെ. കണ്ഠധോരൻ എന്ന് പറയുന്ന ആന വളരെ വിശുദ്ധനായ ഒരു ആനയായിരുന്നു. സ്പഷ്ടമാക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കണ്ഠധോരന്മേ സാധുത ധി, വളരെ വിശുദ്ധി ഉണ്ടായിരുന്നു, ഒരു ഇന്നസെൻ്റ് ആയിരുന്നു കണ്ഠധരൻ. എന്തായിരുന്നു കാരണം? ക്യോങ്കി വഹ് കിസിക്ക് ഹത്യ നഹി കി ഥി. അവൻ വളരെ വീരനായ ആനയും കൂടെയാണ്, എന്നിട്ടും ഒരാളെ പോലും കൊന്നിട്ടില്ല. അതാണ് കണ്ഠധോരനിലുള്ള സാധുത, വിശുദ്ധി. ക്വസ്റ്റ്യൻ നമ്പർ ഖ. കണ്ഠധോരൻ അപ്പനെ കാര്യ കിസ് തരഹ് കർത്താ ഥാ. കണ്ഠധരൻ തൻ്റെ ജോലികളൊക്കെ എങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നത്? കണ്ഠധോരൻ അപ്പന കാര്യ നിഷ്ഠാസെ കർത്താ ഥാ. വളരെ നിഷ്ഠയോടു കൂടിയാണ് അവൻ ചെയ്യുമായിരുന്നത്. घोषण यात्रा के आरंभ में बजाए जाने वाले नागड़े की आवाज़ सुनकर वह स्वयं ही कुंड से उठकर ध्वजदंड के नीचे उपस्थित हो जाता था. കണ്ഠധരൻ പകൽ മുഴുവനും ഒഴുകുന്ന ആ നദിയിലുള്ള കുളത്തിലാണ് മുങ്ങിക്കിടക്കുക അല്ലേ? അവിടെ മുങ്ങിക്കിടക്കുമ്പോൾ ആരും പ്രത്യേകിച്ച് വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം അമ്പലത്തിൽ നിന്ന് കുഴൽ വായിക്കുന്ന നാഗടെ, അതായത് ഒരു കുഴലാണ്, ഒരു വാദ്യോപകരണമാണ്, അത് വായിക്കുന്ന ഒച്ച കേട്ടാൽ തന്നെ അപ്പം തന്നെ എന്ത് ചെയ്യും? കണ്ഠധരൻ ആ കുളത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ധ്വജദണ്ഡ് എന്ന് പറഞ്ഞാൽ കൊടിമരത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമായിരുന്നു. ഇതാണ് കണ്ഠധരൻ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. കണ്ഠധോരൻ അപ്പന കാര്യ കിസ് തരഹ് കർത്താ ഥാ. കണ്ഠധോരൻ തൻ്റെ ജോലികളെല്ലാം എങ്ങനെയാണ് ചെയ്തിരുന്നത്? കണ്ഠധോരൻ അപ്പന കാര്യ നിഷ്ഠാസെ കർത്താ ഥാ. വളരെ നിഷ്ഠതയോടുകൂടിയാണ് ചെയ്തിരുന്നത്. ഘോഷയാത്രയ്ക്ക് ആരംഭമേ ബജായ ജാനെ വാലെ നാഗടേക്ക് ആവാസ് സുൻകർ. ഘോഷയാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് വായിക്കുന്ന ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്വരം കേട്ട് കഴിയുമ്പോഴേക്കും വഹ സ്വയം ഹി കുണ്ടസി ഉടുക്കർ ധ്വജദണ്ഡക്കെ നീച്ചെ ഉപസ്ഥിത് ഹോ ജാതാ ഥാ. അവന് കുളത്തിൽ നിന്ന് സ്വയം തന്നെ എഴുന്നേറ്റ് ധ്വജദണ്ഡ് എന്ന് പറഞ്ഞാൽ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ വന്ന് ഉപസ്ഥിതനാകുമായിരുന്നു. ഇതാണ് കിടങ്ങൂർ നീലകണ്ഠധരൻ, മിടുക്കനായ ആന. ഓക്കെ, അപ്പോൾ പഠിക്കുക. താങ്ക് യു. क्वेश्चन नंबर ग. घोषण यात्रा से पहले कण्ठधोरन को सजाने का कार्य विचित्र क्यों कहा गया है? घोषण याത്ര, അമ്പലത്തിലൊക്കെ ഉത്സവം നടക്കുമ്പോൾ ഘോഷയാത്ര നടക്കും അല്ലേ? ആ ഘോഷയാത്രയിൽ ആനകളെയൊക്കെ അലങ്കരിക്കാറുണ്ട്. അങ്ങനെ അലങ്കരിക്കാൻ എന്ന കാര്യം വിചിത്രമായിരുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. घोषण यात्रा से पहले കണ്ഠധോരൻ को सजाने का कार्य विचित्र कहा गया है. ഘോഷൺ യാത്രയിൽ കണ്ഠധോരനെ അലങ്കരിക്കുന്ന ആ കാര്യം വളരെ വിചിത്രമായിരുന്നുവെന്നാണ് പറയുന്നത്. ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ ഉസെ സജാനെ കെ ലിയെ ജബ് മഹാവത് ഉസ്കെ പാസ് ജാതെ തോ. അവനെ അലങ്കരിക്കാൻ വേണ്ടി ഏതെങ്കിലും പാപ്പാന്മാർ അവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വഹ അപ്പന പിച്ചല പയർ ഊപ്പർ ഉഠാക്കർ ദേത്താ ഥാ. തൻ്റെ പിൻകാലുകൾ ഉയർത്തിയേ കൊടുക്കുള്ളൂ. തന്നെ അലങ്കരിക്കാൻ വരുന്ന പാപ്പാന്മാർക്ക് തൻ്റെ പിൻകാലുകളാണ് ഉയർത്തി വെച്ച് കൊടുക്കുക. വേ സബ്, അവരെല്ലാം ഉസ് പർ പാവ് രക്കർ ഉൻകി പീട്ട് പർ ചർത്തി ഥേ. ആ പിൻകാലുകളിൽ തങ്ങളുടെ കാലുകൾ വെച്ചാണ് പാപ്പാന്മാർ ആനപ്പുറത്ത് കയറിയിരുന്നത്. അവർ മസ്തക് പർ ചാദർ ബാന്ധത്തെ ഥേ. അങ്ങനെ നെറ്റിയിൽ നെറ്റിപ്പട്ടം കെട്ടും, അല്ലാണ്ട് മുൻകാലുകൾ ഒരിക്കലും ഉയർത്തി കൊടുക്കുമായിരുന്നില്ല. ഉസ്കെ ബാദ് പീച്ചെ സേ ഹി നീച്ച് ഉത്തർ ജാത്തെ ഥേ. മുൻകാലുകളിലൂടെ എന്നാലും ഇറങ്ങാൻ സമ്മതിക്കില്ല. അതിനുശേഷം നെറ്റിപ്പട്ടമൊക്കെ കിട്ടിയാലും അവസാനം പിൻകാലിലൂടെ മാത്രമേ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി കണ്ഠധരൻ അനുവദിക്കുമായിരുന്നുള്ളൂ. घोषण यात्रा से पहले कण्ठधोरन को सजाने का कार्य विचित्र क्यों कहा गया है? घोषण यात्रा से पहले कण्ठधरन को सजाने के कार्य विचित्र कहा गया है क्योंकि उसे सजाने के लिए जब महावत उसके पास जाते तो वह अपना पिछला पैर ऊपर उठाकर देता था. वे सब उस पर पाँव रखकर उसकी पीठ पर चढ़ते थे और मस्तक पर चादर बांधते थे. उसके बाद पीछे से ही नीचे उतर जाते थे. അപ്പോൾ പഠിക്കുക കേട്ടോ. താങ്ക് യു. क्वेश्चन नंबर घ. कण्ठधोरन को समय बहुत गलत नहीं है.
ഐസ ക്യോം കഹാ ഗയാ ഹെ. കണ്ഠധ്വരന് സമയബോധം, അവൻ്റെ സമയ ചിന്ത ഒരിക്കലും തെറ്റാവില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനായിട്ടുള്ള കാരണം? കണ്ഠധ്വരൻകോ സമയബോധം ഗലത്ത് നഹിഹെ. കണ്ഠധ്വരൻ്റെ സമയബോധം ഒരിക്കലും തെറ്റാറില്ല. ക്യോങ്കി ശ്രീവേലി ദീപാരാധന ആദി കേലിയെ ഉസേ സ്വയം സമയക്ക അനുമാൻ ഥ. കാരണം ശ്രീവേലി ദീപാരാധന പോലുള്ള ആ ചടങ്ങുകളിൽ എത്ര സമയം നിൽക്കണമെന്ന് കൃത്യമായിട്ടും കണ്ഠധ്വരന് അറിയാമായിരുന്നു. ഉസേ സ്വയം സമയക്ക അനുമാനത്ത. അവനൊരു സമയബോധമുണ്ടായിരുന്നു, സമയത്തെക്കുറിച്ചൊരു സങ്കല്പമുണ്ടായിരുന്നു. ഇതിന് എത്ര സമയം നിൽക്കണം എന്ന സമയം 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ്, ആ 5 മിനിറ്റ് അവന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ചെണ്ടേ ബജാനെ കേലിയെ കഹാം അവർ കിത്നി ദേർ രുക്കനാ ഹെ യഹ് ഭി ഉസേ പതാ ഥാ. ചെണ്ട കൊട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഘോഷയാത്ര പോകുമ്പോൾ ചെണ്ട കൊട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്ന് കൊടുക്കും അല്ലേ? ആ നിന്ന് കൊടുക്കുന്നത് എവിടെയൊക്കെ നിന്ന് കൊടുക്കണമെന്ന് കൃത്യമായിട്ടും നമ്മുടെ കണ്ഠധ്വരന് അറിയാമായിരുന്നു. യഹ്ബി ഉസേ പദാർത്ഥ, അതും അവന് അറിയാമായിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ചേ, കണ്ഠധ്വരൻ കോ സമയബോധ ഗലത്ത് നഹിഹെ ക്യോങ്കി ശ്രീവേലി ദൈവാരാധന ആദി കേലിയെ ഉസേ സ്വയം സമയക്ക അനുമാൻ ഥ. ചെണ്ടേ ബജാനെ കേലിയെ കഹാം അവർ കിത്തിനി ദേർ രുക്കനാ ഹെ യഹുബി ഉസേ പദാർത്ഥ. ഇതും ആനയ്ക്ക് അറിയാമായിരുന്നു, നമ്മുടെ കിടങ്ങൂർ നീലകണ്ഠധരന്. ഓക്കെ, താങ്ക് യു. क्वेश्चन नंबर 9, लकड़ी उड़वाने के लिए കണ്ഠധ്വരൻ को क्या देना തയ ഹുവാ ഥ. കണ്ഠധ്വരൻ്റെ കൂലി എന്തായിരുന്നു? ലക്കടി, തടി പിടിപ്പിക്കാൻ വേണ്ടി ആനകളെ കാട്ടിൽ കൊണ്ടുപോകാറുണ്ട്, തടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? കാട്ടിലും അല്ലാതെയൊക്കെ തടി പിടിക്കാൻ വേണ്ടിയിട്ട് ആനകളെ കൊണ്ടുപോകാറുണ്ട്. ഒരാൾ എടുക്കാത്ത തടി ആനകൾ പൊക്കിയെടുത്ത് വയ്ക്കും. അതുകൊണ്ട് കണ്ഠധ്വരനെയും അതുപോലെ കൊണ്ടുപോകുമായിരുന്നു. ആൾ വീരശൂര പരാക്രമിയാണല്ലേ. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ കണ്ഠധ്വരൻ്റെ കൂലി എന്തായിരുന്നു നമുക്ക് നോക്കാം. ലക്കടി ഉടുവാനെ കേലിയെ കണ്ഠധ്വരൻ കോ കേലെ കെ 10 കുച്ചേ, 10 പെടല പഴം, 10 നാരിയൽ, 10 തേങ്ങ, और 1 मन गुड़ തവയു ഖുവാത്ത. 1 मन गुड़, 1 मन എന്ന് പറഞ്ഞാൽ 100 kg ആണ്, 100 കിലോ ശർക്കര. 1 ക്വിൻ്റൽ എന്നാണ് പറയുന്നത് കേട്ടോ. 1 मन മീനിങ് 1 ക്വിൻ്റൽ. ഓക്കെ, അത്രയും ശർക്കര കൂടി വേണമായിരുന്നു. ഇതായിരുന്നു നമ്മുടെ കണ്ഠധ്വരൻ്റെ കൂലി. നോക്കിക്കേ, ലക്കടി ഉടുവാനെ के लिए കണ്ഠധ്വരൻ को क्या देना तय हुआ था. लकड़ी उड़वाने के लिए कण्ठध्वरन को केले के 10 गुच्छे, 10 नारियल और 1 मन गुड़ तय हुआ था. 1 मन = 100 kg. ओके, थैंक यू.